Hi all, welcome to Grab PSC Secretariat Assistant in the 2015 question paper discussion part 2 വീഡിയോയിലേക്ക് സ്വാഗതം. സോ പാർട്ട് 1 വീഡിയോ നമ്മൾ മാത്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് അല്ലേ? 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആൻസറും ക്വസ്റ്റ്യനും എന്താണെന്ന് ഡിസ്കസ് ചെയ്തങ്ങ് പോകുന്നു. പാറ്റേൺ ഒക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റി. അപ്പോൾ പാർട്ട് 2-ൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ ലിങ്ക് ചെയ്തൊന്ന് ക്വസ്റ്റ്യനുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് എങ്ങനെ പഠിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും പ്രിലിംസ് എക്സാമിൽ അല്ലെങ്കിൽ മെയിൻസ് എക്സാമിൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഓപ്ഷൻസിലൂടെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ കിട്ടും. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്തായാലും റിപ്പീറ്റഡ് ആയിട്ട് വരും എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? സോ ജസ്റ്റ് നമുക്കൊന്ന് അനലൈസ് ചെയ്തങ്ങ് പോവാം. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. നമുക്ക് 21st ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which is the hardest material ever known in the universe? Option A platinum, option B graphite, option C diamond, option D marble. ഏതാണെന്ന് ഗസ് ചെയ്യുക. വീഡിയോ സ്പീഡിൽ പോവുകയാണെങ്കിൽ പോലും വീഡിയോ നമ്മൾ പോസ് ചെയ്ത് ആൻസർ ഗസ് ചെയ്ത് പിന്നെ കറക്റ്റ് ആൻസർ കേൾക്കുക, എന്നാലേ നമുക്കത് മൈൻഡിൽ നിൽക്കുള്ളൂ. ഓക്കെ, സോ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻ സി ആണ്. ഇറ്റ്സ് ഓപ്ഷൻ സി ഡയമണ്ട്. ഡയമണ്ട് ആണ് ഹാർഡസ്റ്റ് മെറ്റീരിയൽ. ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് വെക്കാനായിട്ട്. ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര താല്പര്യമുള്ളൊരു സംഭവം അല്ലേ? ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഡയമണ്ട് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഹാർഡാണത് കിട്ടാനായിട്ടൊക്കെ, നമുക്ക് പാടാണ് കിട്ടാനായിട്ട് ഡയമണ്ട്. പൈസ കൊടുക്കണമല്ലോ ഒത്തിരി. അപ്പോൾ ഹാർഡാണ് പാടാണ് എന്നൊരു രീതിയിൽ ഡയമണ്ട് ഹാർഡസ്റ്റ് മെറ്റീരിയൽ എവർ നോൺ ഇൻ ദ യൂണിവേഴ്സ് ഡയമണ്ട്. ഓക്കെ, പാടാണ് കിട്ടാനായിട്ട്. അതാണ് 21st question. So let's move on to the 22nd question. Which instrument regulates the resistance or current in a circuit? ഓക്കെ, സോ ഒരു സർക്യൂട്ടിൽ കറണ്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വോൾട്ടാസെൽ, ഓപ്ഷൻ ബി റിയോസ്റ്റാറ്റ്, ഓപ്ഷൻ സി ജനറേറ്റർ, ഓപ്ഷൻ ഡി സോണോമീറ്റർ. ഏതാണെന്ന് ഗസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് റിയോസ്റ്റാറ്റ്. ഓക്കെ, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ കറണ്ട്, സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് ഓർ കറണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത് റിയോസ്റ്റാറ്റ് ആണ്. റിയോ എന്ന് പറഞ്ഞൊരു കുട്ടീനെ കുറിച്ച് ആലോചിക്കുക. റിയോ ആണ് ഒരു സർക്യൂട്ടിനകത്ത് കറണ്ടും റെസിസ്റ്റൻസും റെഗുലേറ്റ് ചെയ്യാൻ റിയോ എന്നൊരു കുട്ടി അതിനകത്ത് ഇരിപ്പുണ്ടെന്ന് ഓർക്കുക. ഓക്കെ, റിയോ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയോസ്റ്റാറ്റ്. ഓക്കെ, സർക്യൂട്ടിനകത്ത് റിയോ എന്നൊരു കുട്ടി ഇരിപ്പുണ്ട്. അതാണ് റെസിസ്റ്റൻസ് ഓർ കറണ്ട് സർക്യൂട്ടിൽ റെഗുലേറ്റ് ചെയ്യുന്നൊരു ആള്. ഓക്കെ, അതാണ് റിയോസ്റ്റാറ്റ്. ഓക്കെ, നെക്സ്റ്റ് 23rd question. The scientist who formulated the germ theory of disease is. Germ theory of disease formulate ചെയ്ത സയൻറ്റിസ്റ്റ് ഏതാ, ആരാണ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ലൂയിസ് പാസ്ചർ, ഓപ്ഷൻ ബി ലാമാരിക്, ഓപ്ഷൻ സി ഹ്യൂഗോ ഡെവ്രിസ്, ഓപ്ഷൻ ഡി ഗ്രിഗർ മെൻഡൽ. ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ ലൂയിസ് പാസ്ചർ. ഓക്കെ, ലൂയിസ് പാസ്ചർ ആണ് ജേം തിയറി ഓഫ് ഡിസീസ് ഫോമുലേറ്റ് ചെയ്തത്. ഓക്കെ, പാസ്റ്റ എന്നൊരു രീതി, പാസ്റ്റർ എന്നല്ല, ലൂയിസ് പാസ്റ്റർ. പുള്ളി ഒരു പാസ്റ്റർ ആയിരുന്നു. ഓക്കെ, പുള്ളി ഒരു പാസ്റ്റർ ആയിരുന്നു. അപ്പം അങ്ങനെ പാസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്താണ് ജേം തിയറി കണ്ടുപിടിച്ചത്. ഓക്കെ, ലൂയിസ് പാസ്റ്റർ, ജേം തിയറി ഓഫ് ഡിസീസ്. ഓക്കെ, ജേം തിയറി ഓഫ് ഡിസീസ്, ലൂയിസ് പാസ്റ്റർ. Okay, 24th question. In which atmospheric level ozone gas is seen? ഏത് അറ്റ്മോസ്ഫിയറിക് ലെവലിലാണ് ഓസോൺ ഗ്യാസ് വിസിബിൾ ആവുന്നത്? ഓപ്ഷൻ എ മെസോസ്ഫിയർ, ഓപ്ഷൻ ബി ലിത്തോസ്ഫിയർ, ഓപ്ഷൻ സി സ്ട്രാറ്റോസ്ഫിയർ, ഓപ്ഷൻ ഡി ലോണോസ്ഫിയർ. സോ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ക്വസ്റ്റ്യൻ വരുന്നതാണ്, അത് ഓർത്ത് വെക്കുക. സോ ഏതാണെന്ന് ആൻസർ ഗസ് ചെയ്യാം. ഏത് അറ്റ്മോസ്ഫിയറിക് ലെവലിലാണ് ഓസോൺ ഗ്യാസ് വിസിബിൾ ആവുന്നത്? ഇറ്റ്സ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇറ്റ് ഈസ് സ്ട്രാറ്റോസ്ഫിയർ. സോ ലിങ്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഓസോൺ ഗ്യാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഫിയറിൽ, തുടക്കത്തിൽ, ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഫിയറിലാണ് വിസിബിൾ ആണെന്ന് കണക്ട് ചെയ്യുക. ഓക്കെ, ഓസോൺ ഗ്യാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഫിയറിലാണ് ഉള്ളത്. ഓക്കെ, ഇൻ വിച്ച് അറ്റ്മോസ്ഫിയറിക് ലെവൽ ഓസോൺ ഗ്യാസ് ഈസ് ഇൻ സ്ട്രാറ്റോസ്ഫിയർ. സ്റ്റാർട്ട് എന്നല്ല, ബട്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഫിയറിന് പഠിച്ചു വെക്കാം. Next, 25th question. Which is the relay center in our brain?
റിലേ സെൻറ്റർ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. കോമഡിക്ക് നമ്മൾ പറയത്തില്ലേ നിനക്ക് റിലേ ഒന്നും ഇല്ലേ എന്നൊക്കെ. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോണേ. സോ റിലേ സെൻറ്റർ, ബ്രെയിൻ്റെ റിലേ സെൻറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓപ്ഷൻ ബി തലാമസ്, ഓപ്ഷൻ സി സ്പൈനൽ കോഡ്, ഓപ്ഷൻ ഡി മെനിഞ്ചസ്. ഓക്കെ, ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് തലാമസ്. അപ്പോൾ കണക്ട് ചെയ്ത് വെക്കാൻ എളുപ്പമായില്ലേ. നിനക്ക് റിലേ ഇല്ലേ എന്ന് നോക്കുമ്പോൾ തലയ്ക്കകത്താണോ റിലേ വേണ്ടത്? തലയ്ക്കകത്ത്. അപ്പോൾ തലാമസ്. റിലേ സെൻറ്റർ ഇൻ അവർ ബ്രെയിൻ ഇസ് തലാമസ്. ഓക്കെ. Then 26th question. Methane gas is invented by the scientist. Methane gas ഏത് സയൻറ്റിസ്റ്റ് ആണ് ഇൻവെന്റ് ചെയ്തത്? മീഥെയിൻ ഗ്യാസ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ അലക്സാൻഡ്രോ വോൾട്ട, ഓപ്ഷൻ ബി അലക്സാണ്ടർ ഫ്ലെമിംഗ്, ഓപ്ഷൻ സി ജോൺ ഡാൽട്ടൺ, ഓപ്ഷൻ ഡി തോമസ് ആൽവ എഡിസൺ. ആരാണ് മീഥെയിൻ ഗ്യാസ് ഇൻവെന്റ് ചെയ്തത്? ഗസ് ചെയ്യുക. മീഥെയിൻ ഗ്യാസ് ഇൻവെന്റ് ചെയ്തത് ആരാണ്? അലക്സാൻഡ്രോ വോൾട്ട. അലക്സാൻഡ്രോ ഒരു വോൾട്ടിനെ കുറിച്ചൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മീഥെയിൻ ഗ്യാസ് പൊട്ടിത്തെറി ഉണ്ടായി, മീഥെയിൻ ഗ്യാസ് ഉണ്ടായെന്ന് ചുമ്മാ. അലക്സാൻഡ്രോ വോൾട്ട. ഓക്കെ, പുള്ളി വോൾട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീഥെയിൻ ഗ്യാസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അലക്സാൻഡ്രോ വോൾട്ട. ഇന്ന് സത്യമല്ല കേട്ടോ, ജസ്റ്റ് ലിങ്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണേ. സോ 27th question. Which of the following units is usually used to denote the intensity of pollution? പൊല്യൂഷൻ്റെ ഇൻറ്റൻസിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ഏതാണ്? എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മില്ലിഗ്രാംസ്, ഓപ്ഷൻ ബി നാനോഗ്രാംസ്, ഓപ്ഷൻ സി പാർട്സ് പെർ മില്യൺ, ഓപ്ഷൻ ഡി കിലോഗ്രാം. ഏത് യൂണിറ്റ് ആണ് ഇൻറ്റൻസിറ്റി ഓഫ് പൊല്യൂഷനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? സോ ആൻസർ ഈസ് ഓപ്ഷൻ സി പാർട്സ് പെർ മില്യൺ. ഓക്കെ, ഇൻറ്റൻസിറ്റി ഓഫ് പൊല്യൂഷൻ നമ്മൾ ഓരോ പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതെന്ന് ഓർത്താൽ മതി. പാർട്സ് പെർ മില്യൺ, മില്യൺസ് ആയിരിക്കും അല്ലേ പൊല്യൂഷൻ മില്യൺസ് ആയിട്ട് അഫക്റ്റ് ആവുന്നുണ്ട് പൊല്യൂഷൻ. അപ്പോൾ പാർട്സ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, പാർട്സ് പെർ മില്യൺ. ഓക്കെ. Then 28th question. Nitrogen fixing bacteria lives in the root tumors of pea plants is called. ഓക്കെ, പീ പ്ലാന്റ്സിലുള്ള നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, അതിൻ്റെ റൂട്ട് ട്യൂമേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ എങ്ങനെയാണ് അതിനെ വിളിക്കുന്നത്? ഓപ്ഷൻ എ റൈസോം, ഓപ്ഷൻ ബി റൈസോബിയം, ഓപ്ഷൻ സി ഈക്കോലി, ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ്. ഓക്കെ, പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. 28 ഏതാണ്? അത് റൈസോബിയം. ഫൈൻ. Okay, nitrogen fixing bacteria lives in the root tumors of pea plants is called rhizobium. ഓക്കെ, റൈസോബിയം നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്ന റൈസോബിയം ആണ്. അപ്പോൾ ജസ്റ്റ് റൈസുമായിട്ടങ്ങ് കണക്ട് ചെയ്യുക. റൈസോം അല്ല, റൈസോബിയം. ഓക്കെ. ദെൻ 29th question. Which of the following chemicals is used in fire extinguishers? ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സിൽ യൂസ് ചെയ്തേക്കുന്ന കെമിക്കൽസ് ഏതാണ്? Options are option A sodium bicarbonate, option B sodium nitrate, option C potassium bicarbonate, option D sodium chloride. ഏതാണ് യൂസ് ചെയ്തിരിക്കുന്നത്? സോ 29th ക്വസ്റ്റ്യൻ്റെ ആൻസർ സോഡിയം ബൈകാർബണേറ്റ് ആണ്, ബട്ട് ഇറ്റ്സ് എ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തേക്കാം. Then 30th question. It is also a cancelled question. Which phenomenon of light is behind the rainbow? ഓക്കെ, ഏത് ഫെനോമിനൻ ആണ് റെയിൻബോയുടെ ആ ഒരു തിയറിക്ക് പിന്നിലുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഡിഫ്രാക്ഷൻ, ഓപ്ഷൻ ബി സ്കാറ്ററിംഗ്, ഓപ്ഷൻ സി റിഫ്ലക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി റേഡിയേഷൻ. ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ജസ്റ്റ് നമ്മളൊന്ന് നോക്കി വെക്കാം, ഒന്ന് ചോദിച്ചതല്ലേ, ഇപ്പം മേ ബി ചോദിക്കാം ഉറപ്പായിട്ടും. സോ അതെന്താ, റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ എല്ലാം രണ്ടും വരുന്നുണ്ട്. സോ അതായിരിക്കാം. നമുക്ക് വേണേൽ റിഫ്ലക്ഷൻ നമുക്ക് എടുക്കാം അതിനകത്ത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഇറ്റ്സ് എ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. സോ അടുത്ത നമുക്ക് 31st ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് നീതി ഇൻ നീതി ആയോഗ്? നീതി ആയോഗിലെ നീതി ഏതാണ് ഫുൾ ഫോം? ഓപ്ഷൻ എ നാഷണൽ ഇൻ്റഗ്രേഷൻ ആൻഡ് ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഓപ്ഷൻ ബി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ഓപ്ഷൻ സി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്പോർട്ടിംഗ് ഇന്ത്യ, ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നോളജി ഓഫ് ഇന്ത്യ. ഏതാണ് നീതി ആയോഗ്?
It is option B. National Institution for Transforming India. Okay, National Institution for Transforming India. Then 32, question number 32. Who won the Nobel Prize for Literature in 2014? ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇത് 2015 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഇവിടെ 2014 നോബൽ പ്രൈസ് ലിറ്ററേച്ചറിന് ആരാണ് വാങ്ങിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ ഉറപ്പായിട്ടും 2025 2024 നോബൽ പ്രൈസസ് അങ്ങനത്തെ ഓസ്കാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർ വിച്ച് എവർ അവാർഡ്സ് അതെല്ലാം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ആലിസ് മുൺറോ, ഓപ്ഷൻ ബി ഹെർട്ട മുല്ലർ, ഓപ്ഷൻ സി പാട്രിക് മൊഡിയാനോ, ഓപ്ഷൻ ഡി മോ യാൻ. So answer is Patrick Modiano. Fine. Then question number 33. Who is the new president of Sri Lanka? ശ്രീലങ്കയിലെ പുതിയ പ്രസിഡന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് 2014 ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തെ പ്രസിഡന്റ് ആയിരിക്കും ഇതിനകത്ത് വരിക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഹു വാസ് ദി പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക ഇൻ 2015? Okay. Options are option A Mahindra Rajapaksa, option B Chandrika Kumaratunga, option C Ranil Wickremesinghe, option D Maithripala Sirisena. So 2015 ശ്രീലങ്കയിലെ പ്രസിഡന്റ് ഓപ്ഷൻ ഡി ആയിരുന്നു കേട്ടോ. ഇറ്റ് വാസ് മൈത്രിപാല സിരിസേന. ഓക്കെ. പക്ഷെ കറണ്ട് ആയിട്ടുള്ള ശ്രീലങ്ക പ്രസിഡന്റ് എന്ന് പറയുന്നത് HE അനുര കുമാര ദിസനായക. ഓക്കെ, അനുര കുമാര ദിസനായക ആയിരുന്നു ആണ് പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക. കറണ്ട് പ്രസിഡന്റ് ഓഫ് ശ്രീലങ്ക അനുര കുമാര ദിസനായക. ദിശ നായക. ഓക്കെ, ദിശ നോക്കുന്ന നായകൻ അതാണ്. 2025 24 പുള്ളി ആയത്. ഓക്കെ. Then നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Question number 34. In which year Bharat Ratna, the highest civilian award in India, was instituted? ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാം. ഓക്കെ. ഭാരത് രത്ന ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയത് എപ്പോഴാണ്? ഓപ്ഷൻ എ 1952, ഓപ്ഷൻ ബി 1954, ഓപ്ഷൻ സി 1956, ഓപ്ഷൻ ഡി 1964. സോ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി 1954. ഓക്കെ, 1954 അത് പഠിച്ചു തന്നെ വെക്കുക കേട്ടോ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35. ഹു ഈസ് ദ പ്രസന്റ് ഗവർണർ ഓഫ് കേരള? ഓക്കെ, ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇത് 2015 ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ട് ഹു വാസ് ദ ഗവർണർ ഓഫ് കേരള ഇൻ 2015? അപ്പോൾ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പി സദാശിവം, ഓപ്ഷൻ ബി RL ഭട്ടിയ, ഓപ്ഷൻ സി നിഖിൽ കുമാർ, ഓപ്ഷൻ ഡി ഷീല ദീക്ഷിത്. സോ ഏതാണെന്ന് ഗസ് ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിരിക്കുക. കറണ്ട് അഫയേഴ്സ് അപ്പോൾ വരുമെന്ന് മനസ്സിലായില്ലേ? സോ ഏതാണെന്ന് നോക്കാം. സോ ഇറ്റ് വാസ് പി സദാശിവം. ഓക്കെ, പി സദാശിവം. അപ്പോൾ നമുക്ക് കറണ്ട് ഗവർണർ ഓഫ് കേരളയും നമുക്ക് ഇപ്രാവശ്യം ചോദിക്കാം. അപ്പോൾ അതാരാണ്? രാജേന്ദ്ര അർലേക്കർ. രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ. ഓക്കെ, അന്ന് ഓർക്കുക. രാജേന്ദ്രൻ രാജാവാണ്. ഗവർണർ എന്നൊക്കെ പറയുന്ന രാജാവിൻ്റെ സ്ഥാനത്തല്ല. അപ്പോൾ രാജേന്ദ്ര അർലേക്കർ പുള്ളി രാജാവാണെന്ന് കണക്ട് ചെയ്യാം. കറണ്ട് ഗവർണർ ഓഫ് കേരള രാജേന്ദ്ര അർലേക്കർ. 2015 പി സദാശിവമായിരുന്നു. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36. വിച്ച് വർക്ക് ഓഫ് സുഭാഷ് ചന്ദ്ര വോൺ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2014? ഓക്കെ, സുഭാഷ് ചന്ദ്രയിലെ ഏത് വർക്കിനാണ് 2014 സാഹിത്യ അക്കാദമി അവാർഡ്? കണ്ടോ, 2015 2014 അവാർഡ്സ് ചോദിക്കുന്നുണ്ട്. അപ്പം അറിയാലോ, പാറ്റേൺ അറിയാലോ. സോ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, ഓപ്ഷൻ ബി ബ്ലഡി മേരി, ഓപ്ഷൻ സി പറുദീസ നഷ്ടം, ഓപ്ഷൻ ഡി മനുഷ്യന് ഒരു ആമുഖം. സോ എന്താണ് ആൻസർ? ഇത് നമുക്ക് 2014 എന്തായാലും നമുക്ക് പഠിച്ചിട്ട് പോകാമല്ലോ, ഇതെന്തായാലും ഉള്ള സ്ഥിതിക്ക്. സോ 2014 സുഭാഷ് ചന്ദ്രയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി നേടിക്കൊടുത്ത കൃതി ഏതാണ്? മനുഷ്യനൊരാമുഖം. ഓക്കെ, ഇറ്റ് ഈസ് മനുഷ്യന് ഒരാമുഖം. Now question number 37. On which day Mangilyan was launched from Sriharikota? Okay, Sriharikota Mangilya launch ചെയ്തത് ഏത് ദിവസമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. So it can be repeated. Okay, option A
5th November 2012, option B 5th November 2013, option C 24th January 2014, option D 24th September 2014. So answer is option B. Okay, 5th November 2013. 5th November 2013. 5th November 2013 ആണ് മംഗല്യൻ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 38. ഹു ഈസ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഇതും കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ 2014 അല്ലെങ്കിൽ 2015 ആ സമയത്താണ് ചോദിച്ചിരിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? ഓപ്ഷൻ എ HS ബ്രഹ്മ, ഓപ്ഷൻ ബി VS സമ്പത്ത്, ഓപ്ഷൻ സി SY ഖുറൈഷി, ഓപ്ഷൻ ഡി നവീൻ ചോള. ഓക്കെ, ആരായിരുന്നു 2015 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയിലെ? ഇറ്റ്സ് എ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതൊരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. മേ ബി ഇത് ക്യാൻസൽ ആവാനുള്ള കാരണം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 2015 VS സമ്പത്തും വന്നിട്ടുണ്ട്, പിന്നെന്താ HS ബ്രഹ്മയും വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടുപേരും വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ക്യാൻസൽഡ് ആയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് ആയിട്ട് ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് നോക്കണം. സോ നമുക്ക് 2025 19th ഫെബ്രുവരിയിൽ 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് ശ്രീ ഗണേഷ് കുമാർ ആണ് ഇന്ത്യയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ശ്രീ ഗണേഷ് കുമാർ. ലോർഡ് ഗണേഷിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. ഗണേഷ് കുമാർ ആരാണ്? ശ്രീ ഗണേഷ്, GYANESH. ശ്രീ ഗണേഷ് കുമാർ ആണ് 26th ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, who took charge on 19th February 2025. Okay, now let's go to next question. Next question is, headquarters of KILA is at? Okay, KILA യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കില? ഇറ്റ് ഈസ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതാണ് അതിൻ്റെ ഫുൾ ഫോം, അതും പഠിച്ചു വെക്കാം. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കില ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി കോട്ടയം, ഓപ്ഷൻ സി തൃശ്ശൂർ, ഓപ്ഷൻ ഡി എറണാകുളം. So answer is option C. Okay, option C തൃശ്ശൂരിലാണ് കില ഉള്ളത്. തൃശ്ശൂരിലാണ് കിലുകില എന്ന് ഉള്ളത് തൃശ്ശൂരിലാണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. കില. Let's go to question number 40. The final match of FIFA World Cup 2014 was between. Options are: option A Germany and Argentina, option B Argentina and Brazil, option C Germany and Netherlands, option D Germany and Brazil. ഓക്കെ, 2014 ഫിഫ വേൾഡ് കപ്പിലെ ഫൈനൽ മാച്ച് ആരൊക്കെ തമ്മിലായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? 2025 ക്വസ്റ്റ്യൻ പേപ്പറിൽ 2024 എന്തെങ്കിലും അവാർഡ്സോ മാച്ചസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ട് പോകണം. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ ആൻസർ? ഇറ്റ്സ് ഓപ്ഷൻ എ, Germany and Argentina. Okay, now let's go to the question number 41. Which is the oldest mountain range in India? Repeated ആയിട്ട് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരാം ഈ സെക്ഷനിൽ നിന്ന്. ഓക്കെ, ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ ഏതാണ്? ഓപ്ഷൻ എ ആരവല്ലി, ഓപ്ഷൻ ബി വെസ്റ്റേൺ ഗട്ട്സ്, ഓപ്ഷൻ സി ഈസ്റ്റേൺ ഗട്ട്സ്, ഓപ്ഷൻ ഡി ഹിമാലയാസ്. ഗസ് ചെയ്യുക. ആരവല്ലിയാണ്. ആരവല്ലി is the oldest mountain range in India. Okay, ആരവല്ലി. അത് ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആണ്. ആരവല്ലി എന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ആരവല്ലി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 42. വിച്ച് റിവർ വാസ് കൺസിഡേർഡ് ആസ് സാക്രഡ് ബൈ ദി വേദിക് ആര്യൻസ്? ഓപ്ഷൻ എ സിന്ധു, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി സരസ്വതി, ഓപ്ഷൻ ഡി ബ്രഹ്മപുത്ര. ഗസ് ചെയ്യുക. സോ ആൻസർ ഈസ് സരസ്വതി.
ഫൈൻ. സരസ്വതി എന്ന് പറഞ്ഞൊരു ഗോഡസിന്റെ പേരാണല്ലേ, ഒരു ദേവി, സരസ്വതി ദേവി. അപ്പോൾ അതൊരു സാക്രഡ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ വേദിക് അരിൻസ് സരസ്വതി റിവറിനെയാണ് സാക്രഡ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 43, ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്ക് ആരാണ് എഴുതിയത്? ഓപ്ഷൻ എ ആർ പി ദത്ത്, ഓപ്ഷൻ ബി ദാദാബായ് നവറോജി, ഓപ്ഷൻ സി എം ജി റാനാഡെ, ഓപ്ഷൻ ഡി ഗോപാലകൃഷ്ണ ഗോഖലെ. കറക്റ്റ് ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാബായ് നവറോജി, അത് കാണാപ്പാടം പഠിച്ചത്. ദാദാബായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 44, വാട്ട് വാസ് ദ ഒറിജിനൽ നെയിം ഓഫ് സ്വാമി ദയാനന്ദ സരസ്വതി? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ പേരെന്താണ്? ഓപ്ഷൻ എ കേശബ് ചന്ദ്ര സെൻ, ഓപ്ഷൻ ബി നരേന്ദ്രനാഥ് ദത്ത, ഓപ്ഷൻ സി മുൽശങ്കർ, ഓപ്ഷൻ ഡി മോഹൻ റോയ്. എന്താണ് ഒറിജിനൽ നെയിം? സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഒറിജിനൽ നെയിം? ആൻസർ ഈസ് മുൽശങ്കർ. ഓക്കെ, മുൽശങ്കർ എന്നൊരു യുണീക്ക് അല്ലേ, മുൽശങ്കർ. അപ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ജസ്റ്റ് മുൽശങ്കർ. സ്വാമി ദയാനന്ദ സരസ്വതി ഒരു ഫ്രീക്കനായിരുന്നു ആദ്യം, മുൽശങ്കർ എന്നൊക്കെ പറഞ്ഞ്. പിന്നെയാണ് പുള്ളി ഭക്തിയിലോട്ട് മാറിയതെന്ന് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് പഠിക്കുക. Then question number 45, who among the following English men described the 1857 revolt was a national rising? 1857 റിവോൾട്ടിനെ നാഷണൽ റൈസിംഗ് എന്ന് ഡിസ്ക്രൈബ് ചെയ്ത ഇംഗ്ലീഷ് മെൻ ഇതിൽ ആരാണ്? ഓപ്ഷൻ എ ടി ആർ ഹോമസ്, ഓപ്ഷൻ ബി ജെയിംസ് മിൽ, ഓപ്ഷൻ സി ബെഞ്ചമിൻ ഡിസ്രേലി, ഓപ്ഷൻ ഡി സർ ജെയിംസ് ഔട്ട്രം. ആൻസർ ഈസ് ഓപ്ഷൻ സി ബെഞ്ചമിൻ ഡിസ്രേലി. ഓക്കെ, നാഷണൽ റൈസിംഗ് എന്ന 1857 റിവോൾട്ടിനെ ഡിസ്ക്രൈബ് ചെയ്തത് ബെഞ്ചമിൻ ഡിസ്രേലി ആണ്. ബെഞ്ചമിൻ ഡിസ്രേലി. ബെഞ്ചിലിരുന്നുകൊണ്ടാണ് പുള്ളി എന്ത് പറഞ്ഞത്? ഇത് ഭയങ്കര നാഷണൽ റൈസിംഗ്, ഈ ബെഞ്ച് ഭയങ്കര പൊക്കമാണല്ലോ എന്ന് പുള്ളി പറഞ്ഞു. അങ്ങനെ ഓർത്താൽ മതി. നാഷണൽ റൈസിംഗ് ബെഞ്ചമിൻ ഡിസ്രേലി, ബെഞ്ച്. Now, question number 46, who was the chief organizer of the Ghadar movement? Ghadar movement എന്നാണോ? ഓക്കെ, ഖാദർ മൂവ്മെന്റ്. ഓപ്ഷൻ എ ലാല ഹർദയാൽ, ഓപ്ഷൻ ബി മഹാത്മാ ഗാന്ധി, ഓപ്ഷൻ സി ലാല ലജ്പത് റായ്, ഓപ്ഷൻ ഡി ലാൽചന്ദ് ഫാലക്. ആരാണ് ഖാദർ മൂവ്മെന്റിന്റെ ചീഫ് ഓർഗനൈസർ എന്നാണ് ക്വസ്റ്റ്യൻ. ഗസ് ചെയ്യുക. ഖാദർ മൂവ്മെന്റിന്റെ ചീഫ് ഓർഗനൈസർ ഇറ്റ് ഈസ് ലാല ഹർദയാൽ. ഭയങ്കര ഹൃദയമുള്ള ആളാണ്, ഹർദയാൽ. ഓക്കെ, അതാണ് ഖാദർ മൂവ്മെന്റ്. ഭയങ്കര ഹൃദയമുള്ള ആളാണ് ഓർഗനൈസ് ചെയ്തത്, ലാല ഹർദയാൽ. നിഷ്കളങ്കനാണ് അയാൾ, ലാല ഹർദയാൽ, ഹൃദയം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 47, ദ ഫേമസ് ചമ്പാരൻ സത്യാഗ്രഹ വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ദ ഇയർ? ചമ്പാരൻ സത്യാഗ്രഹ ഗാന്ധിജി ഏത് വർഷമാണ് സ്റ്റാർട്ട് ചെയ്തത്? ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയുടെ ഓരോ ആക്ടിവിറ്റീസും ആ ഇയറും ക്രോണോളജിക്കലി പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ 1916, ഓപ്ഷൻ ബി 1917, ഓപ്ഷൻ സി 1919, ഓപ്ഷൻ ഡി 1920. ഏതാണെന്ന് നോക്കാം. സോ ഇറ്റ്സ് 1917. Okay, Champaran Satyagraha was started by Gandhiji in the year 1917. So let's move on to the next question. 48th question. Which education reform was considered as the Magna Carta of English education in India? ഏത് എഡ്യൂക്കേഷൻ റിഫോമിനെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ മാഗ്ന കാർട്ട എന്ന് കൺസിഡർ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ ചാർട്ടർ ആക്ട് ഓഫ് 1813, ഓപ്ഷൻ ബി ഹണ്ടർ കമ്മീഷൻ, ഓപ്ഷൻ സി വുഡ്സ് ഡിസ്പാച്ച്, ഓപ്ഷൻ ഡി ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട്. ഓക്കെ, മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഓക്കെ, വുഡ് തടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മാഗ്ന കാർട്ട എന്ന് പഠിക്കുക. വുഡ്സ് ഡിസ്പാച്ച്. ഓക്കെ, വുഡ്സ് ഡിസ്പാച്ച് തടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് മാഗ്ന കാർട്ട എന്ന് പഠിക്കുക. വുഡ്സ് ഡിസ്പാച്ച്. നെക്സ്റ്റ്, question number 49, who was considered as the father of Indian local self government? ഓക്കെ, ഇന്ത്യൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഫാദർ എന്ന് കൺസിഡർ ചെയ്തിരുന്നത് ആരെയാണ്? ഓപ്ഷൻ എ ലോർഡ് മായോ, ഓപ്ഷൻ ബി ലോർഡ് കഴ്സൺ, ഓപ്ഷൻ സി ലോർഡ് ലൈറ്റൺ, ഓപ്ഷൻ ഡി ലോർഡ് റിപ്പൺ. സോ ഓപ്ഷൻ ഡി ലോർഡ് റിപ്പൺ ആണ് കറക്റ്റ് ആൻസർ. ഫൈൻ.
Now, question number 50. In which year Rash Bihari Bose organized the Indian Independence League at Bangkok? ബാങ്കോക്കിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് റാഷ് ബിഹാരി ബോസ് ഓർഗനൈസ് ചെയ്തത് ഏത് ഇയറിലാണ്? ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഓപ്ഷൻ എ 1938, ഓപ്ഷൻ ബി 1940, ഓപ്ഷൻ സി 1942, ഓപ്ഷൻ ഡി 1944. ഏത് ഇയറിലാണെന്ന് ഗസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഓൺ 1942. ഓക്കെ, സോ 1942. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ബാങ്കോക്കിൽ ഓർഗനൈസ് ചെയ്തത് 1942-ലാണ്. ഓക്കെ, 1942. Now, question number 51. The famous Tirunelli temple lies in the valley of option A ഏഴിമല, ഓപ്ഷൻ ബി ബ്രഹ്മഗിരി, ഓപ്ഷൻ സി പുരളിമല, ഓപ്ഷൻ ഡി മലയാറ്റൂർ. എവിടെയാണ് തിരുനെല്ലി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്? ഏത് വാലിയിലാണ്? ആൻസർ ഗസ് ചെയ്യുക. സോ ആൻസർ ഈസ് ബ്രഹ്മഗിരി. ഓക്കെ, ബ്രഹ്മഗിരി വാലിയിലാണ് തിരുനെല്ലി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മഗിരി. ഓക്കെ, ബ്രഹ്മാണ്ഡമായ ഒരു സ്ഥലത്താണ് തിരുനെല്ലി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഓർത്താൽ മതി. ബ്രഹ്മഗിരി. ഓക്കെ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 52. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ വാസ് കോൾഡ് ആസ് ചൂർണി ഇൻ ഏൻഷ്യൻ ടൈംസ്? ഏൻഷ്യൻ ടൈംസിൽ ചൂർണി എന്ന് വിശേഷിപ്പിച്ചിരുന്ന റിവർ ഏതാണ്? ഓപ്ഷൻ എ ഭാരതപ്പുഴ, ഓപ്ഷൻ ബി പമ്പ, ഓപ്ഷൻ സി ചാലിയാർ, ഓപ്ഷൻ ഡി പെരിയാർ. ഏതാണ്? ചൂർണി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് പെരിയാറിനെയാണ്. ഓക്കെ, ഇറ്റ് വാസ് പെരിയാർ. പെരിയാർ ചൂർണി. ചൂർണി പെരിയാർ കണക്ട് ചെയ്ത് പഠിക്കുക, ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ചൂർണി പെരിയാർ. ചൂർന്നിറങ്ങുന്നത് പെരിയാർ. ചൂർന്നിറങ്ങുന്നത് പെരിയാർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 53. വിച്ച് ഓഫ് ദ വർക്ക് കണ്ടെയ്ൻസ് ഏർലിയസ്റ്റ് റെഫറൻസ് ടു ദ ടൗൺ ഓഫ് ക്വീലൻ? ഓക്കെ, ക്വീലൻ ടൗണിന്റെ നേരത്തെ റെഫറൻസ് ചെയ്തിരുന്ന വർക്ക് ഏതാണ്? ഓപ്ഷൻ എ ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന, ഓപ്ഷൻ ബി പെരിപ്ലസ് ഓഫ് എരിത്രിയൻ സി, ഓപ്ഷൻ സി ടാവോ ഐ ചിലിയോ, ഓപ്ഷൻ ഡി സി യുക്കി. ഓക്കെ, ഏതാണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് ഓപ്ഷൻ എ ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. ഓക്കെ, ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന. ഓക്കെ, ഗുഡ്. ക്രിസ്ത്യൻ രീതിയിലുള്ള റെഫറൻസ് ആയിരുന്നു ടൗൺ ഓഫ് ക്വില്ലനെ കുറിച്ച് കൊടുത്തിരുന്നത് എന്ന് ജസ്റ്റ് ഓർക്കുക. ടോപ്പോഗ്രഫിയ ഇൻഡിക്ക ക്രിസ്ത്യാന, ഇന്ത്യയിലുള്ള ക്രിസ്ത്യൻസ്. ദാറ്റ്സ് ഓൾ. ജസ്റ്റ് ചുമ്മാ ലിങ്ക് ചെയ്യാൻ പറയുന്ന കേട്ടോ. Now question number 54. Who was the leader of the first agricultural laborers strike in Kerala demanding the social and economic issues? Okay, കേരളത്തില് അഗ്രികൾച്ചർ ലേബറേഴ്സ് സ്ട്രൈക്ക് ഓർഗനൈസ് ചെയ്ത ലീഡർ ആരാണ്? സോഷ്യൽ എക്കണോമിക് ഇഷ്യൂസ് ഒക്കെ ഡിമാൻഡ് ചെയ്തുകൊണ്ട് കേരളത്തിലെ അഗ്രികൾച്ചർ ലേബറേഴ്സ് സ്ട്രൈക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ചെയ്ത ലീഡർ ആരാണ്? ഓക്കെ, ഓപ്ഷൻ എ കെ ഗോപാലൻ, ഓപ്ഷൻ ബി പി കൃഷ്ണപിള്ളൈ, ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്, ഓപ്ഷൻ ഡി അയ്യങ്കാളി. ആരാണ് അഗ്രികൾച്ചർ ലേബേഴ്സ് സ്ട്രൈക്ക് ആദ്യമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തത്? അതും എവിടെ? കേരളത്തിൽ. ഓക്കെ, സോ ആൻസർ ഈസ് അയ്യങ്കാളി. ഓക്കെ, ഇറ്റ് ഈസ് അയ്യങ്കാളി. അയ്യങ്കാളി. Now, question number 55. What was the original name of വാഗ്ബടാനന്ദ? വാഗ്ബടാനന്ദയുടെ ഒറിജിനൽ നെയിം നമ്മളിവിടെ മുന്നേ ഒറിജിനൽ നെയിംസ് ഇതുപോലെ ചോദിക്കുന്നുണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ഒറിജിനൽ നെയിംസ് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻ എ കുഞ്ഞിരാമൻ, ഓപ്ഷൻ ബി കുഞ്ഞിക്കണ്ണൻ, ഓപ്ഷൻ സി കുഞ്ഞുണ്ണി, ഓപ്ഷൻ ഡി കുമാരൻ. നമ്മളിത് ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നോക്കിയവർക്ക് അറിയായിരിക്കും. 2018 തന്നെ ക്വസ്റ്റ്യനിൽ വാഗ്ബടാനന്ദയുടെ ഒറിജിനൽ നെയിം ചോദിച്ചിട്ടുണ്ട്. സോ ഏതാണ്? ഇറ്റ് ഈസ് കുഞ്ഞിക്കണ്ണൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ട്രോളൊക്കെ ഉണ്ടായിരുന്നു 24 ന്യൂസിലെയാണോ എനിക്കറിയത്തില്ല, ഏതൊരു ചാനലിലേക്ക് ട്രോൾ ഉണ്ടായിരുന്നു കുഞ്ഞിക്കണ്ണൻ. അപ്പോൾ അത് വെച്ച് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. സോ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 56. ഹു സ്റ്റാർട്ടഡ് പ്രത്യക്ഷ രക്ഷ ദേവസഭ, എ ദലിത് ലിബറേഷൻ മൂവ്മെന്റ് ഇൻ കേരള? പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന ദലിത് ലിബറേഷൻ മൂവ്മെന്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? സോ
ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പൊയ്കയിൽ യോഹന്നാൻ, ഓപ്ഷൻ ബി പണ്ഡിറ്റ് കറുപ്പൻ, ഓപ്ഷൻ സി തൈക്കാട് അയ്യ, ഓപ്ഷൻ ഡി നടരാജ ഗുരു. സോ ഇറ്റ് ഈസ് പൊയ്കയിൽ യോഹന്നാൻ ആണ് ഇത് എന്താ ചെയ്തത്, സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ ദേവസഭ. ഓക്കെ, രക്ഷാ ദേവസഭ യോഹന്നാൻ. ഓക്കെ, പ്രത്യക്ഷ രക്ഷാ ദേവസഭ പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 56 വരെ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ തന്നെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടല്ലേ. സോ ഉറപ്പായിട്ടും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, ഇനിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. മെയിൽ നമുക്ക് പ്രിലിംസ് നടക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻസ് വരുന്നുണ്ട്. സോ എവിടെയാണെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുമല്ലാണ്ട് നമുക്കിത് ഒത്തിരി പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അവാർഡ്സ് ആണെങ്കിലും കറണ്ട് അഫയേഴ്സ് ഉണ്ട് എന്നാണെങ്കിലും പിന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അങ്ങനെ കുറേ തന്നെ നമുക്ക് പിന്നെ ഒറിജിനൽ നെയിംസ് ചോദിക്കുന്നുണ്ടെന്നാണെങ്കിലും പിന്നെ റിവേഴ്സിനെ കുറിച്ച് നാഷണൽ പാർക്സിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനാലിസിസ് പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. സോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിന് ശേഷം ടോപ്പിക്സ് നമുക്ക് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പ്രിലിംസ് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. സോ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് കണ്ടിന്യൂ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സപ്പോർട്ടിങ് മീ. ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.